Hi girls, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ, എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കാം, ഭയങ്കരമായിട്ട് സൗണ്ട് അങ്ങ് ലോ ആയി പോയിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടിട്ടാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അത്യാവശ്യം എല്ലാവരും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു കണ്ടൻറ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ പേര് പറഞ്ഞു ഭയങ്കര സൗണ്ട് കുറവാണ് എന്ന്. അപ്പോൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. നമുക്ക് ഈ ഡെലിവറീൻ്റെ ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ അല്ലെങ്കിൽ വജീനൽ ഏരിയയിൽ ഹെയർ റിമൂവ് ചെയ്തിട്ടാണോ പോകേണ്ടത്, അപ്പോൾ അവിടെ ചെന്നിട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. എനിക്കും ആ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ആദ്യത്തെ ഡെലിവറി ടൈമിൽ അറിയില്ലായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്യും എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഫെമിലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ട് പലർക്കും അതേ പറ്റിയിട്ട് അറിയാം. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി ടൈമിലുള്ള ആ ഹെയർ റിമൂവൽ എങ്ങനെയാണ്, അതെന്തിനാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഡെലിവറിക്ക് പോകുമ്പോൾ ഉള്ളത് എങ്ങനെയാണ് എന്ന് എല്ലാം കൂടെ ഒരു ടോപ്പിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അതിനു മുമ്പ് ഇത് നമ്മുടെ വീഡിയോ ഓൾറെഡി ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സൗണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് ഇടുന്നത്. സോ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് കോള് വരുന്നു. ഗോകു, ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിലെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഹെയർ റിമൂവലിനെ കുറിച്ചിട്ട് പറയാം. അതുപോലെ സ്കാനിങ്ങിൻ്റെ ടൈമിൽ, PVൻ്റെ ടൈമിൽ എല്ലാവർക്കും ഉള്ള ഡൗട്ട്സാണ്. ഈ ടൈമിലൊക്കെ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കമൻസൊക്കെ കാണാറുണ്ട്. പലരുടെയും വീഡിയോസിൽ കമൻറ്റ് കാണാറുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതേ പറ്റിയിട്ട് എല്ലാം കൂടെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഞാൻ പുറത്തുനിന്നുള്ള കാര്യമൊന്നുമല്ല പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രഗ്നൻസിയുടെ ഒരു 1 to 4 months അല്ലെങ്കിൽ ഒരു 5 months വരെയൊക്കെ നമുക്ക് ഈസിയാണ്. നമുക്ക് നോർമലി ഷേവ് ചെയ്യുന്ന പോലെ നമുക്ക് ഷേവ് ചെയ്യാം. ഇപ്പം വജൈനൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേസേഴ്സ് അല്ല, നമ്മുടെ ഈ ഷേവിങ് സെറ്റ് ഉണ്ടല്ലോ, അത് ഗേൾസിന് വേണ്ടിയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. അത് മേടിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ പല വേരിയൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു ജെൽ ടൈപ്പ് വരുന്നത്, സോപ്പ് ഉള്ളതൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡൽസൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ നോർമൽ ഷേവിങ് സെറ്റ് വെച്ചിട്ടാണ് എൻ്റെ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെന്താ പറയുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് വാക്സ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യാം, അതുപോലെ ഷേവിങ് സെറ്റ്, ട്രിമ്മർ, സിസേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷേവിങ് സെറ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ പല ദോഷവശങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഹെയർ റിമൂവൽ ക്രീമിൻ്റെ കാര്യം ആദ്യം പറയാം. ഹെയർ റിമൂവൽ ക്രീം എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് പാരബൻ ഫ്രീ അല്ല, കെമിക്കൽ ഫ്രീ അല്ല. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് തന്നെയാണ് ആ ഒരു ഭാഗത്തെ ഹെയർ ക്ലീനായി വരുന്നത്. സോ അതത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് മാത്രമല്ല, നിങ്ങളൊരു നല്ലൊരു ഗൈനക്കിനോട് ചോദിക്കുകയാണെങ്കിൽ പോലും അവരും പറയും ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യേണ്ട എന്ന് തന്നെയായിരിക്കും പറയുന്നത്. ഇച്ചിരി അറിയാവുന്നവരൊക്കെ പറയും ഹെയർ റിമൂവൽ ക്രീംസ് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യേണ്ട എന്ന് പറയും. നമുക്ക് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. പിന്നെ അത് നമ്മുടെ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ചില ക്രീംസ്, ലിക്വിഡ്സ് അതൊക്കെ നമ്മൾ അബോർഷൻ ആവാൻ കാരണങ്ങളാകാം എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അധികം കെമിക്കൽ ഫ്രീ അല്ലാത്തത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പുറമെ ഉപയോഗിക്കുന്നത് ഉള്ളിലുള്ള കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാം. സോ ആ ഒരു സാധനം അങ്ങ് അവോയ്ഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഫസ്റ്റ് തരുന്ന ഒരു അഡ്വൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ബേബി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഉറക്കമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ആൾ ഉണരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചും കൂടെ പതുക്കെ പറഞ്ഞു, പക്ഷെ കുറച്ച് ഉറക്കെ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്.
അങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞ കണക്ക് ക്രീംസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ വാക്സ് ചെയ്യുന്ന കെമിക്കൽ വാക്സും ഉണ്ട്, പിന്നെ നമ്മുടെ ഷുഗർ വാക്സ് ഉണ്ട്, ബീഡ് വാക്സ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് വാക്സസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലറുകളിൽ പോയിട്ട് വാക്സ് ചെയ്യാറുണ്ട്, ചിലർ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ത്രെഡൊക്കെ ചെയ്യുന്ന ടൈമിൽ. അതുപോലെ തന്നെയാണ് വാക്സ് ആയാലും. ഇപ്പം നമ്മുടെ കയ്യിലായാലും കാലിലായാലും നമ്മുടെ പ്രൈവറ്റ് ഏരിയസിലായാലും വാക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വേദന എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ബോഡി നമ്മൾ വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ടൈമിൽ നമുക്ക് വാക്സ് കുറച്ച് അവോയ്ഡ് ചെയ്ത് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ കെമിക്കൽ വാക്സ്, അതായത് നമ്മുടെ ഈ സ്ട്രിപ്സ് ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യാൻ തന്നെയാണ് നല്ലത്. പിന്നെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ ആരെങ്കിലും വാക്സ് യൂസ് ചെയ്യുമോ എന്ന് ചിന്തിക്കാം. യൂസ് ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല. അൺഡ്രാംസിൽ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ വാക്സ് ഞാൻ വാക്സ് ആകെ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലും കാലിലുമാണ്. കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്കങ്ങനെ കയ്യിലങ്ങനെ ഹെയർ ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ കാലിൽ നല്ല രീതിയിലുണ്ട്. പക്ഷെ ഞാൻ അത് റിമൂവ് ചെയ്യാറില്ല, ഒരു രീതിയിലും ഞാൻ റിമൂവ് ചെയ്യാറില്ല, അങ്ങനെ അങ്ങ് വിട്ടേക്കാണ് ചെയ്യാറില്ല. അത് വൃത്തികേടായിട്ട് എനിക്ക് തോന്നാറില്ല, ആർക്കെങ്കിലും തോന്നി എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡില്ലാതെ എന്തിനാണ് നാട്ടുകാർക്ക് പോകുന്നത്. പിന്നെ അൺറാംസ്, അതും ഞാൻ ഷേവിങ് സെറ്റാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അതത്ര നല്ലതല്ല കേട്ടോ. കാര്യം അവിടെ നല്ല രീതിയിൽ ഡാർക്കൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ നമ്മൾ ഷേവിങ് സെറ്റ് യൂസ് ചെയ്യുമ്പോൾ. നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലും അത് തന്നെയാണ്. ഈ ഷേവിങ് സെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരുമാതിരി കറുത്ത കളറിൽ നമ്മൾ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് ബാക്കിയൊക്കെ എനിക്ക് പേടിയാണ്. ട്രിമ്മർ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സിസേഴ്സ് വെച്ചിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പോവില്ല. പിന്നെ ഹെയർ റിമൂവൽ ക്രീം അങ്ങനെ എനിക്ക് അലർജി ഉണ്ട്, പെർഫ്യൂമൊക്കെ അലർജിയാണ്. അതുപോലെ തന്നെയാണ് ഹെയർ റിമൂവൽ ക്രീംസൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ പിമ്പിൾസൊക്കെ വരും, പ്രൈവറ്റ് പാർട്ടിലായാലും അൺഡ്രാംസിലായാലും. സോ ഞാൻ അത് യൂസ് ചെയ്യാറില്ല. പിന്നെ വാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് പേടിയാണ്. എന്തിനാണ് ഞാൻ എൻ്റെ ബോഡി ഞാൻ വേദനിപ്പിക്കാറില്ല. സോ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ വാക്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സിസേഴ്സ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരോ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ സിസേഴ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിമ്മറും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുള്ളായിട്ട് പോകണമെന്നില്ലല്ലോ, എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷേവിങ് സെറ്റാണ് യൂസ് ചെയ്യാറുള്ളത്, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. യൂസ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്ന നമ്മുടെ വി വാഷാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നിടത്ത് പോയിട്ട് ഷേവ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പെയിൻ എടുക്കാനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് വരാണ്ടിരിക്കാൻ കട്ടിയായിട്ടിരിക്കാനും ഒക്കെ ചാൻസസ് ഉണ്ട്. സോ വി വാഷ് പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും, അത്ര പാടുണ്ടാവില്ല. പിന്നെ ആരോ കമൻറ്റ് ചെയ്തിട്ടേക്കുന്നുണ്ടോ വി വാഷ് പോലുള്ളതൊന്നും ഉപയോഗിക്കുന്നത്. ഞാനങ്ങനെ വി വാഷ് ഉപയോഗിക്കാറില്ല. നമ്മുടെ pH ഇംബാലൻസ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ വി വാഷ് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആ കുട്ടി പറഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള നമ്മുടെ സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അതായത് നമുക്ക് ബാത്ത് സോപ്പും അതുപോലെ തന്നെ ടോയ്ലറ്റ് സോപ്പും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ അത് വാങ്ങുമ്പോൾ സോപ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ നോക്കി അറിയാൻ പറ്റും ടോയ്ലറ്റ് സോപ്പാണോ ബാത്ത് സോപ്പാണോ എന്നുള്ളത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബേബി സോപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് അധികം വലിയ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ലൈക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ വി വാഷ് അല്ലെങ്കിൽ കുറച്ച് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആ ഒരു പതയോട് കൂടിയിട്ട് ക്ലീൻ ചെയ്യുക, ഷേവ് ചെയ്യുക. പിന്നെ ചോദിച്ചൊരു ചോദ്യം, നമുക്ക് ആദ്യത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാസം വരെ നമുക്ക് വലിയ വയറൊന്നും ആയിരിക്കത്തില്ല, നമുക്ക് നോക്കി നിന്നിട്ട് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം വയറൊക്കെ ആയതിനു ശേഷമാണ് ആകെ ഒരു പ്രശ്നമുള്ളത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെയോ നിങ്ങളുടെ അമ്മേനെയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ സിസ്റ്ററിനെയോ ഒക്കെ വെച്ചിട്ടല്ല അവരെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം ക്ലീൻ ചെയ്തേ പറ്റൂ എന്നുള്ള കണ്ടീഷനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ക്ലീൻ ചെയ്തേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു. ചൊറിച്ചിലിൻ്റെ ടൈമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ ഞാനത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ന്യൂഫോസ് അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ന്യൂഫോസ്. കറക്റ്റ് സ്പെല്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാനത് മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ന്യൂഫോസ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻറ്റിമേറ്റ് ഏരിയ ചൊറിച്ചിലുണ്ടായിരുന്നു. ഉള്ളിലല്ല, സൈഡിലും ഉണ്ടായിരുന്നു, ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു സാധനം തന്നെയാണ് മേടിച്ചിട്ട് യൂസ് ചെയ്തത്. പ്രഗ്നൻ്റ് ആയ ഒരു 5th മന്തിലാണ് എനിക്ക് ചൊറിച്ചിൽ വന്നത്. അന്നേരം തൊട്ടിട്ട് ഞാൻ ഇപ്പം വരെയും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ചൊറിച്ചിലൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഡെലിവറിക്ക് ശേഷം പാഡ് വെച്ചപ്പം ചെറിയൊരു അലർജി പോലെ വന്നു. അന്നേരവും ഞാൻ ഇത് തന്നെയാണ്. നമുക്ക് അലർജി വന്നിട്ടായാലും ഈ ഒരു സാധനം യൂസ് ചെയ്ത്, ചിലർക്ക് പാൻറ്റീസ് ഇടുമ്പോൾ, ചിലർക്ക് പാഡ് വെക്കുമ്പോൾ ഒക്കെ അലർജി വരും. അന്നേരം ഈ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ഹോസ്പിറ്റലിൽ നിന്നാണ് വാങ്ങിയത്. മേ ബി എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കുമൊക്കെ ഏതെങ്കിലും ഡോക്ടേഴ്സൊക്കെ ഇത് കണക്ക് പ്രിഫർ ചെയ്തിട്ടുണ്ടാവും. ചൊറിച്ചിലുണ്ട് എന്ന്, നിങ്ങൾക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ട്, ഇച്ചിനെസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗൈനക്കിനോട് പറയാം, എനിക്ക് ചൊറിച്ചിലുണ്ട്, മരുന്ന് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിക്കണം. ഞാനിത് കാശിയുടെ സമയത്ത് എനിക്ക് ചൊറിച്ചിലാണ്, എനിക്ക് നാണക്കേടായിരുന്നു പോയി ചോദിക്കാൻ. അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു ചൊറിച്ചിലോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നേരവും തന്നത് ഈ ഒരു ഓയിൽമെൻ്റ് ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ അതുകൊണ്ടിട്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, മാം എനിക്ക് ചൊറിച്ചിലുണ്ട്. അപ്പോൾ എനിക്ക് എഴുതി തന്നതും ഈ ഒരു ഓയിൽമെൻറ്റ് തന്നെയാണ്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓയിൽമെൻ്റ് ആണ്, മേടിച്ച് വെച്ചോളൂ. യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇച്ചിനെസ്സോ ഈ അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോഴും നമുക്ക് ഈ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. എപ്പോഴും നമുക്ക് ഗേൾസിന് എപ്പോൾ വേണമെങ്കിലും ഇച്ചിനെസ്സും ചൊറിച്ചിലും അലർജിയും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊന്നും നാണക്കേടായിട്ട് വിചാരിക്കേണ്ട. ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വെച്ചോളൂ, നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി കാണിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ളപ്പം ഇച്ചിനെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ നിങ്ങൾ പ്രൈവറ്റ് ഏരിയ മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകുന്ന ആ ചെറിയ ഇതൊക്കെ വന്നിട്ട് പറ്റിപ്പിടിച്ചിരിക്കാനും അതുവഴി നിങ്ങൾക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് ക്ലീൻ ചെയ്ത് വെക്കുന്നതിനല്ല. അത് അഥവാ പ്രഗ്നൻ്റ് അല്ല എങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാം, അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാം. അന്നേരമൊക്കെ ഇതുപോലെ ഹെയർസിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിട്ട് ബ്ലഡ് ആയാലും ബ്ലീഡിങ് ആയാലും അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള ഇതായാലും, അതല്ല നമുക്ക് ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ ഈ സർക്കിൾ ഉണ്ടല്ലോ, എന്താ അതിന് പറയാം, കറക്റ്റ് പ്രൊണൗൺസിയേഷനോ വേടോ എനിക്ക് കിട്ടുന്നില്ല. ഓവുലേഷൻ ടൈമിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വൈറ്റ് ഡിസ്ചാർജ് പോലെയൊക്കെ പോകുമല്ലോ, അതൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അലർജിയൊക്കെ ഉണ്ടാവാനുള്ള ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഹെയർ റിമൂവ് ചെയ്ത് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്ക് സിസേഴ്സോ ഡ്രിമ്മറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അവസാനം വരെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കാനിങ്ങിന് പോകുന്ന ടൈമിലൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ക്ലീൻ ചെയ്യണമെന്നൊന്നും ആരും പറയത്തില്ല. നമ്മുടെ ഈ ഒരു പോർഷൻ, ഈ അടിവയറ് വരെ മാത്രമേ നമ്മൾ സ്കാൻ ചെയ്യുന്ന ടൈമിൽ കാണിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. സോ അവിടെ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സ്കാനിങ്, അതായത് 6ാമത്തെ ആഴ്ചയിൽ നടത്തിയ സ്കാനിങ്ങിൽ ഉള്ളു പരിശോധിക്കുമായിരുന്നു. അത് ഉള്ളിലേക്കൊരു ക്യാമറ പോലത്തെ ആ ഒരു സ്കാനിങ് മെഷീൻ കടത്തി വിട്ടിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഹെയർ റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമേ ഇല്ല കേട്ടോ. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് PV ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണോ എന്നുള്ളത്. ക്ലീൻ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാം, ഡോക്ടേഴ്സിന് അറിയാം PV ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ആദ്യമേ നമ്മൾ പോയിട്ട് PV ചെയ്യുള്ളൂ. ഉള്ളിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വയറ് വലുതാണ്, നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. പിന്നെ നമ്മൾ ഡെലിവറിക്ക് ചെല്ലുമ്പോൾ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഉണ്ടാവും, ട്രെയിൻഡ് ആയിരിക്കും, അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. സോ നിങ്ങൾ അതിന് മുന്നേ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുക.
പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അതിനുള്ള കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സോ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. ഞാൻ ഡെലിവറിക്ക് തലേ ദിവസം ക്ലീൻ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം എന്നെ കൊണ്ടുപോയിട്ട് പ്രിപ്പയർ ചെയ്യണം വരാൻ പറഞ്ഞിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് നമ്മുടെ വജൈനൽ ഏരിയയും ബാക്ക് സൈഡും നല്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്താൽ അത്രത്തോളം ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. താഴത്തേക്കും നല്ലതായിട്ട് ഷേവ് ചെയ്യും. ഷേവ് ചെയ്തതിന് ശേഷം അവർ ഷേവിങ് സെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു ജെല്ല് പോലെ എന്തോ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊരു കോള് വരുന്നത്. അപ്പോൾ അവർ ഈ ഒരു ജെല്ല് പോലത്തെ ഒരു സംഭവം ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വജൈനൽ ഏരിയ അതുപോലെ തന്നെ താഴത്തേക്കും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വയറിൻ്റെ പോർഷൻ ക്ലീൻ ചെയ്തു. അപ്പോൾ വയറ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ വയറ് ചെയ്തപ്പോഴല്ല, വയറ് ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ ബാക്ക് സൈഡ് മുതുകിൻ്റെ ഇടുപ്പിൻ്റെ ആ ഒരു ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് അത് ചെയ്യുന്നത്? അന്നേരം പറഞ്ഞു ഇൻ കേസ് സി സെക്ഷൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ തരേണ്ട ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നതെന്ന്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പം വേദന വരാണ്ട് നേരത്തെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 ഭാഗം വയറും വജൈനൽ ഏരിയയും അതുപോലെ ബാക്ക് സൈഡും അവർ ക്ലീൻ ചെയ്യും കേട്ടോ. നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോയാൽ അവർ നോക്കി ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ. കാശിയുടെ ടൈമിലായിരുന്നെങ്കിൽ എനിക്ക് പെയിൻ വന്ന് കുഞ്ഞ് വരാറായി നിൽക്കുന്ന ടൈമായിരുന്നു. എങ്കിൽ കൂടിയിട്ട് അവിടെ ഞാൻ ആ കാശിയുടെ സമയത്തും എനിക്ക് ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഹെയർസൊക്കെ ഉണ്ടായിരുന്നു. സോ അന്നേരം പോലും ആ വേദന എടുത്ത് കിടക്കുന്ന ടൈമിൽ പോലും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഡെലിവറി അവർ നോക്കുന്നത്. അത് കറക്റ്റ് എന്തിനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇത് കണക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കമൻറ്റിൽ. ഇതുപോലെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഡെലിവറി ടൈമിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും യൂസ്ഫുൾ ആവും. പിന്നെ ഇന്ന് ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ വി വാഷ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെന്നെങ്കിൽ എനിക്കും യൂസ്ഫുൾ ആവും. എനിക്ക് ഇനി എന്തായാലും ഡെലിവറി ഉണ്ടാവുമല്ലോ. സോ ആ ടൈമിൽ എനിക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിതാണെങ്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആവുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചാനൽസ് കാണുമ്പോൾ അറിയാം എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്നലെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് 60K ആയാലോ കേക്കൊക്കെ കട്ട് ചെയ്യണമെന്ന്. എനിക്ക് 60K ആയിട്ട് കുറേ നാളായി. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ നാൾ മുന്നെയാണ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആ ചാനൽ കുട്ടി ചാനലാണ്, ചെറിയ ഫാമിലിയാണ്. ഈ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് വ്യൂ വരുന്നത് കുറച്ച് കുറവാണ്. അത് വിഷമത്തോടെ അല്ല പറയുന്നത്, കുറവാണെങ്കിൽ കൂടിയിട്ടും എനിക്ക് സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരാണ് എൻ്റെ കൂടെ ഉള്ളത്. അത് എനിക്ക് എൻ്റെ സഹോദരിമാരെ പോലെ തന്നെ. സഹോദരന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ബോയ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കൂടുതലും കമൻറ്റ് ചെയ്യാറുള്ളത് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ തന്നെയാണ്. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.